എഫേസ്യ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുകയും. സ്തോത്രം ചെയ്യുന്നവരായിത്തീരണം. എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്നവരായിത്തീരണം. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് പോകുമ്പോൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ എപ്പോഴും സന്തോഷിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം, എപ്പോഴും സന്തോഷിക്കണം. അകത്തൊരു സംഘർഷം ഉള്ളപ്പോൾ തന്നെ മുഖത്ത് സന്തോഷം പ്രകടമാക്കണം. എപ്പോഴും സന്തോഷിക്കുന്നവരായിത്തീരണം. ഞാനൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ റിസപ്ഷനിൽ നിൽക്കുന്ന കുട്ടികളെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ ദുഃഖിച്ച് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഞാനവിടെ ചെന്നത് അവർക്കൊരു വലിയ ബുദ്ധിമുട്ട് പോലെയാണ് അവരുടെ മുഖത്ത് പ്രകടമാക്കുന്നത്. പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മുഖം പ്രകടമാക്കുന്നില്ല. ഞാൻ കരുതിയ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിന് ഒരുപാട് കസ്റ്റമേഴ്സിനെ നഷ്ടമാകുമല്ലോ. ഇങ്ങനെയുള്ളൊരു മുഖം കാണുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാകുന്നുവെങ്കിൽ അവിടെ ഒരു കസ്റ്റമർ വരുമ്പോൾ സന്തോഷത്തോടുകൂടി ആ കസ്റ്റമറിനോട് സംസാരിക്കുക, ഇടപെടുക. നിങ്ങളുടെ അകത്ത് ചിലപ്പോൾ സങ്കടവും പ്രയാസവും, എനിക്ക് ജോലിയൊന്നും നല്ല ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതിനെയെല്ലാം പുറത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങളായിരിക്കുന്ന ആ സ്ഥലത്ത് നിങ്ങൾ നല്ലതായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോഴാകുന്നു ദൈവം അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർച്ച നൽകി തരുന്നത്.